ാണ് കേരളത്തിൽ പര്യടനം നടത്തുന്നത്. അതിൽ വടക്കൻ മേഖലാ ജാഥയാണ് ഇവിടെ എത്തിയത്. തെക്കൻ മേഖലാ ജാഥ ഇപ്പോൾ തിരുവനന്തപുരത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിനോയ് വിശ്വത്തിൻ്റെ അതുപോലെ മധ്യ കേരളത്തിലെ ജാഥ ഏതാണ്ട് എറണാകുളത്ത് ആ മേഖലയിലെത്തി. ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന ജാഥ. ഈ ജാഥകൾക്കെല്ലാം അഭൂതപൂർവമായ ഒരു ജനകീയ പിന്തുണയാണ് നേടാൻ സാധിച്ചത്. ഒരു സഖാവ് ആവേശത്തോടുകൂടി എന്നോട് വിളിച്ച് പറയുകയാണ്, 110 121 കിട്ടാൻ പോകുന്നത്. ഒരാവേശത്തോടെ ഉള്ളിലതാണ് കേരളത്തെ അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ സമീപിച്ചു. അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റിയുള്ള ധാരണ ഉറപ്പിക്കാതെ കള്ള പ്രചരണങ്ങൾ വ്യാപകമായിട്ട് നടത്തുകയാണ് നമുക്കെതിരായി. രാവിലെ പുറത്തു വരുന്ന പത്രങ്ങളായാലും വൈകുന്നേരത്തെ ചർച്ചയായാലും ചാനലുകൾ എല്ലാം നമുക്കെതിരാണ്. കള്ള പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കള്ള പ്രചരണം ജനങ്ങളുടെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാനാവുള്ളൂ. നമുക്കുള്ള ദേശാഭിമാനി കൊണ്ടോ ജനകീയം കൊണ്ടോ കൈയടി കൊണ്ടോ മാത്രം അതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. വളരെ ഫലപ്രദമായി ജനങ്ങൾ അവരുടെ വ്യക്തമായ ബോധ്യത്തോടെ ഈ കള്ളപ്രചരണങ്ങളെ വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള ശേഷി ഉപയോഗിച്ച് വളരെ ഗൗരവപൂർണ്ണം അതിനെ ചെറുക്കണം എന്നാണ് ഞങ്ങൾ ഈ ജാഥയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ടത്. കാരണം കളവ് കൊണ്ടാണ് ഇവരെല്ലാ കാര്യവും നേടാൻ ശ്രമിക്കുന്നത്. ഈവൽസൺ സിദ്ധാന്തത്തെ പോലെ കളവ് അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു നിമിഷമെങ്കിലും തെറ്റിദ്ധരിക്കുമെങ്കിൽ അതാവട്ടെ എന്ന രീതിയിലാണ് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും എല്ലാം രംഗത്തുള്ളത്. ഇതിനെല്ലാം അഭിമുഖീകരിച്ച് വേണം നമുക്ക് നമ്മുടെ ഉന്നം നേടാൻ, നമ്മുടെ വിജയം നേടാൻ. ഇവിടെ RSകാരും BJPക്കാരും സംഘപരിവാർ വിഭാഗങ്ങളും കേരളത്തെപ്പറ്റിയും ഇന്ത്യയെപ്പറ്റിയും പറയുന്ന ഒരു കാര്യം, ഇതിന് ഭയങ്കരമായ ഒരു പൂർവ്വകാല ചരിത്രമുണ്ട്. അത്ര കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ചരിത്രം. അയാൾ പറയുന്നതാണ് എല്ലാവരും പറയുന്ന പോലെ ഈ ഭാരതത്തിനാകെ ഒരേപോലെ കൈകാര്യം ചെയ്ത ആർഷഭാരത സംസ്കാരം. എവിടെയാണ് ഈ ആർഷഭാരത സംസ്കാരം? ഏത് കാലം? ഞാൻ ഈ യാത്രയിലുടനീളം ചോദിച്ചു, ഏത് കാലത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ചാതുർവർണ്ണ വ്യവസ്ഥ, ചാതുർവർണ്ണ്യം, 4 വർണ്ണം, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. വർണ്ണയില്ലാത്തവരാണ് മഹാഭൂരിപക്ഷം. ഒരു 85% വർണ്ണയില്ല, അവർണ്ണ. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവരാണ് മനുഷ്യകുലത്തിൽപ്പെടാത്ത പട്ടികജാതി, പട്ടികവർഗം. നിങ്ങളുടെ കണക്കിൽ ഇതാണ് കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന പാരമ്പര്യം എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. എവിടെ? ഏത് കാലം? സനാതനധർമ്മത്തെ പറ്റി ഇവർ പറയും. ഏത് സനാതനധർമ്മം? സനാതനധർമ്മം നടപ്പിലാക്കിയ ഏത് കാലാണ് കേരളത്തിൽ? ഒന്നുമില്ല. ശുദ്ധ അസംബന്ധം പറയുകയാണ്. ഒരു ചരിത്രവും മനസ്സിലാക്കാതെ, രാജ്യം എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ, വ്യാജമായ ധാരണയോടെ ഇതൊന്നും പ്രസംഗിക്കുന്ന ഒരു തെറ്റ്. അതാണ് കേരളത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VMS പറഞ്ഞത് വളരെ ശരിയാണ്. ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ, അതായിരുന്നു കേരളം. ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ, അതിൻ്റെ മേലെ ബ്രിട്ടീഷ് ആധിപത്യം. അതിനെതിരായി പൊരുതിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളം വന്നത്. നമുക്കറിയാം എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ. കേരളത്തിൽ പട്ടിണിയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും 61 കന്യാകുമാരിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരുള്ളത് ഈ കേരളത്തിലായിരുന്നു. 81% എന്ന് പറഞ്ഞാൽ മുമ്പിൽ 19 ആൾക്കാണ് അങ്ങനെ പട്ടിണിയില്ലാതെ. മുമ്പിൽ 81 ആൾ പട്ടിണി കിടക്കുന്ന നാട് അതായിരുന്നു കേരളം.
ഈ കേരളത്തെ സംബന്ധിച്ചാണ് വിവേകാനന്ദൻ പണ്ട് പറഞ്ഞത്, അന്ന് കേരളമില്ല, ഇതൊരു ഭ്രാന്താലയമാണെന്ന്. പാവപ്പെട്ട മനുഷ്യൻ അടിമതുല്യമായിട്ട് ജീവിച്ച കാലം. ആ കാലത്തെ മനുഷ്യൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന ഒരുപാട് സംഭവ പരമ്പരകളുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. എന്തും ചെയ്യാം, ജന്മിമാർക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല, പറയാനില്ല. അതാണ് EMS പറഞ്ഞ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ, ബ്രിട്ടീഷുകാരുടെ പൂർണ്ണമായ പിന്തുണ. ഇങ്ങനെയുള്ള ഒരു കേരളം പിന്നെ എങ്ങനെയാണ് മാറിയത്? ഭ്രാന്താലയം പിന്നെ എങ്ങനെയാണ് മനുഷ്യാലയമായി മാറിയത്? ഒരു സംശയവും വേണ്ട. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, ഇങ്ങനെ തുടങ്ങിയ നിരവധിയായ ആളുകൾ നവോത്ഥാന നായകന്മാരായി രംഗത്ത് വന്നു. പുതിയ ആശയങ്ങൾ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അപ്പോൾ തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല. ഈ മനുഷ്യനെല്ലാം മനുഷ്യാലയത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. വ്യത്യസ്ത മതം, എല്ലാ സത്തയും ഒന്നാണെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ സർവമത സമ്മേളനത്തിൻ്റെ കൃത്യമായ വിശകലനം. വ്യത്യസ്ത പേരിലാണ് മതം, പക്ഷെ എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണെന്ന കാഴ്ചപ്പാട്. ഇങ്ങനെയൊരു മാനവിക നില ഈ കേരളം നേടുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പുതിയ കേരളം രൂപപ്പെട്ടത്. അത്രയൊന്നും കൊല്ലായിട്ടില്ല, ഒരു 10-100 വർഷം പോലും ആയിട്ടില്ല. ഈ കേരളത്തിൻ്റെ ആധുനിക ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയത്. അത് ശക്തിയായ പോരാട്ടത്തിൻ്റെതാണ്, ശക്തിയായ സമരത്തിൻ്റെതാണ്, വലിയ ചെറുത്തു നിൽപ്പിൻ്റെതാണ്, രക്തസാക്ഷിത്വത്തിൻ്റെതാണ്. സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച ധീരരായ പോരാളികളുടെ ആത്മത്യാഗപരമായ പ്രവർത്തനത്തിൻ്റെ ഉൽപ്പന്നമാണ് ആധുനിക കേരളം. അല്ലാതെ യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല. ആസൂത്രിതമായിട്ട് നടന്ന പ്രക്രിയ തന്നെയാണ് ഈ ആധുനിക കേരളം രൂപപ്പെടാൻ ഇടയായത്. അത് നിലനിർത്താൻ നമുക്കാവണം. മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തി മതനിരപേക്ഷ ഉള്ളടക്കത്തെ തുടർന്ന് ഈ രാജ്യം ജനാധിപത്യവൽക്കരിച്ച് സമൂഹത്തെ സംസ്കരിച്ച് നമ്മുടെ നാട് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നാടായിട്ട് മാറി. ഈ നാടിനെ അലങ്കോലപ്പെടുത്താൻ തിരുനീരൊഴുകുന്ന 44 നദികളുള്ള കേരളം, ആ തിരുനീരിൽ വിഷം കലക്കാൻ ഈ കേരളത്തിൽ വർഗീയവാദികൾ, ഭൂരിപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേരായ RSS, സംഘപരിവാർ, BJP, ഇവരെല്ലാം ഓടി നടന്ന് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഏക മനസ്സിനെ ശിഥിലീകരിക്കാൻ, അവരെ ശത്രുത ഉണ്ടാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേരിൽ വർഗീയമായി ദാവൂദിൻ്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി മതരാഷ്ട്രമാക്കാൻ പുറപ്പെടുകയാണ്. മറ്റൊരു വിഭാഗം ക്രിസ്ത്യാനികൾക്കിടയിലും ഇപ്പോഴും മുസ്ലിം വിരുദ്ധതയും അപരനിർമ്മിതിയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേരളത്തെ മലീമസമാക്കുന്ന വർഗീയ ശക്തികളുടെ ഇടപെടലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നമുക്കായില്ല എങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, പിന്നെ ഈ കേരളം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പറയുന്നതല്ല. ഈ കേരളം പിന്നെ ഉണ്ടാവില്ല. ഈ കേരളത്തെ ഇല്ലാതാക്കാനാണ് RSSും BJPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിഷമാണ് ഓരോന്നും ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അമിത്ഷാ പറഞ്ഞു, ലോകത്ത് മാർക്സിസത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കും. രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല എന്ന് പറഞ്ഞത് VD സതീശനാണ്. രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ ഇവിടെ കോൺഗ്രസ്, ലീഗ്, BJP, ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് VD സതീശൻ നിലകൊള്ളുകയാണ് എന്ന രാഷ്ട്രീയം കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമുക്കാവണം. അമിത്ഷായുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വന്ന പശ്ചാത്തലം വളരെ എളുപ്പമല്ല.
വളരെ സങ്കീർണമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. നമ്മളോടാണ് ശത്രുത. RSകാർക്ക് BJPക്കാർക്ക് ശത്രുത നമ്മോടാണ്. കോൺഗ്രസിന് ലീഗിന് ശത്രുത നമ്മോടാണ്. 10 കൊല്ലം മാറി നിന്നപ്പോൾ ലീഗുകാർക്ക് മനസ്സിലായി ആജീവനാന്തം നടത്തേണ്ടുന്ന ഒരു പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ ലീഗ് കാണുന്നുണ്ട്. അതിന് കുറച്ച് വർഗീയത കൂടിയായാൽ, ജമായത്ത് ഇസ്ലാം കൂടിയായാൽ പ്രശ്നമില്ല എന്ന് അവർ കാണുന്നുണ്ട്. ജമായത്ത് ഇസ്ലാമിൻ്റെ വർഗീയ പരിസരം മുസ്ലിം ലീഗിനെ കൂടുതൽ വർഗീയതയിലേക്ക് നീക്കുന്നു എന്നത് സത്യമാണ് എന്ന അർത്ഥത്തിലാണ് ഷാജി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗം നമുക്ക് മനസ്സിലാകുക. അവർ കൃത്യമായിട്ട് പറയുകയാണ്, മതമാണ് സത്യം. എന്താ പിന്നെ രാഷ്ട്രീയം? ഇനി എവിടെയാണ് രാഷ്ട്രീയം? വർഗീയമാണ്. തീത്തുക്കുന്ന വർഗീയ പ്രസംഗം നടത്തുന്ന നിരവധി ആളുകൾ ലീഗിൽ ഉണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് അവരുടെ പ്രസംഗം വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വർഗീയ പ്രചാരവേല ശക്തിയാക്കാൻ അവർ ശ്രമിക്കുകയാണ്. എന്നാൽ മറുഭാഗത്തൊരു ചിത്രമുണ്ട്. ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു വിഭാഗം സമസ്തയുടെ വലിയ സമ്മേളനം, 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനവും പ്രതി സമ്മേളനവും എല്ലാം ഇതിനകം നടന്ന് വരികയാണ്. ഞങ്ങൾ ജാഥ കടന്നു വരുമ്പോൾ കാസർഗോഡിൻ്റെ 2ാമത്തെ സ്വീകരണം, ഉദുമ മണ്ഡലത്തിലെ സ്വീകരണം നടത്തിയതിനടുത്താണ് അവരുടെ സമ്മേളനം. ആ സമ്മേളനം തുടങ്ങിയിട്ടില്ല. ഞാൻ അവിടെ അവരെ കണ്ടിരുന്നു. അവരുടെ സമ്മേളനത്തിൻ്റെ ഒരു പ്രമേയം പാസം ഇന്നലെ അതിൻ്റെ പ്രസിഡന്റ് അത് വിശദീകരിക്കുകയും ചെയ്തു. മതസൗഹാർദ്ദം തകർക്കുന്ന, വർഗീയ പ്രചാരവേല നടത്തുന്ന ജമായത്തെ ഇസ്ലാമിനെ പ്രതിരോധിക്കാതെ, അതിന് വലിയ സ്വാധീനമൊന്നുമില്ല, പക്ഷെ അതിനെ പ്രതിരോധിക്കാതെ മതസൗഹാർദ്ദം നിലനിർത്താനാവില്ല എന്ന് ഇന്നലെ അതിൻ്റെ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി. AP ഉൾപ്പെടെയുള്ള സുന്നി വിഭാഗം ഇതിനു മുമ്പ് തന്നെ ആ കാര്യം വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ ഈ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചു, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചു, ജമായത്തെ ഇസ്ലാമി എന്ന സംവിധാനവുമായി കൂട്ടുചേരാൻ ഹൈക്കമാൻഡിൻ്റെ അംഗീകാരമുണ്ടോ? സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പറയേണ്ട മറുപടിയാണ്. പറഞ്ഞിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ലീഗിൻ്റെ നിലപാടെന്താണ്? ഇവരെല്ലാം ഈ നിലപാട് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ജമായത്ത് ഇസ്ലാമിൻ്റെ 4 വോട്ട് കിട്ടി കേരളത്തിൽ എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാറ്റി അധികാരത്തിൽ വരാൻ വേണ്ടി 4 വോട്ടിന് വേണ്ടി എല്ലാം ത്യജിച്ച് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഈ തെറ്റായ നിലപാടിൻ്റെ ഒപ്പം ലീഗിന് നിൽക്കാനാവുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പത്രക്കാർ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചപ്പോൾ മറുപടിയില്ല. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, മറുപടി ബോധപൂർവം വ്യക്തമാക്കുന്നില്ല. വർഗീയ ശക്തികളോടൊപ്പം ചേരാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, കോൺഗ്രസ്, ലീഗ്, BJP, ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ ശക്തിയുടെ കോർഡിനേറ്ററായിട്ട് ഈ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നിലകൊള്ളുന്നത് കേരളത്തിലെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന രാഷ്ട്രീയ നിർമ്മിതിയിലേക്കാണ് എന്ന കാര്യം ഞാൻ അങ്ങനെയാണ് വിശദീകരിച്ചത്. ഇനി ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനെ നമുക്ക് പ്രതിരോധിക്കണം. ഇതിനെ പ്രതിരോധിക്കാൻ ഈ കേരളം നിലനിൽക്കണമെങ്കിൽ ഇതിനെ പ്രതിരോധിക്കണം, ഈ വർഗീയ ശക്തികളെ. അതിൻ്റെ ഒപ്പം UDF ഉണ്ട്, ലീഗും ഉണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളിവിടെ വിവിധ ജാതി മത വിഭാഗങ്ങൾ ഒത്തൊരുമിച്ചിരിക്കുകയാണ്. ഇതിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആരാ? ഹിന്ദു ആയാലും മുസൽമാനായാലും ആരാ? എന്താ പറയാതെ? വിശ്വാസിയാണോ അല്ല അവിശ്വാസിയാണോ? മിണ്ടുന്നില്ല. ആണെങ്കിൽ ആണെന്ന് പറയണോ അല്ലെങ്കിൽ അല്ലാന്ന് പറയണം. വിശ്വാസിയാണോ? എന്നാലും ശബ്ദമില്ല. വിശ്വാസിയാണ്. എനിക്ക് വലിയ സംശയമൊന്നുമില്ല, എല്ലാവരും മിക്കവാറും വിശ്വാസിയാണ്. വിശ്വാസികളായ നിങ്ങൾ ആരും ആരല്ല? ഞാൻ പറയാമെന്ന് പറയാം. നിങ്ങൾ ആരും ആരല്ല? തീവ്രവാദിയല്ല. നിങ്ങൾ വർഗീയവാദികളാണോ? ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളായ നിങ്ങൾ വർഗീയവാദികളാണോ? അപ്പോൾ വിശ്വാസികൾ ആരല്ല?
വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് എന്തില്ല? അതത്ര വൃത്തം കിട്ടുന്നില്ല. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. ജിന്ന മുതൽ സവർക്കർ ഉൾപ്പെടെ വിശ്വാസികളായിരുന്നില്ല. അവർ വിശ്വാസത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തുന്നവരാണ്. അതുകൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവചം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തി വിശ്വാസികളാണ്. വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കണം. അങ്ങനെ വർഗീയതയെ പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ ആധുനിക കേരളത്തെ നിലനിർത്താനാവുള്ളൂ എന്ന് ഞങ്ങൾ ഈ ജാഥയിൽ കൃത്യമായിട്ട് പറഞ്ഞു വരികയാണ്. ഇനി ഞങ്ങൾ ഈ ജാഥയുടെ രണ്ടാമത്തെ കാര്യം വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് 4 നേതാക്കൾ പ്രസംഗിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇനിയും ആ വിഷയത്തിലേക്ക് അതായിരിക്കും അവർ പ്രധാനമായിട്ട് ഊന്നിയിട്ടുണ്ടാവുക. എന്നാൽ ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. വികസനത്തിന് 2 വശമുണ്ട്. ഒന്ന്, ഇന്ത്യയെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസ്, BJP ഇവരാണല്ലോ ഭരണവർഗം. രണ്ടും ഭരണവർഗ പാർട്ടികളാണ്. പക്ഷേ റൂളിംഗ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടി BJP കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഭരണവർഗ പാർട്ടി ആവാതിരിക്കുന്നില്ല. അവർ ഭരണവർഗ പാർട്ടി തന്നെ. അവർ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ആരെയാണ് ലോക മുതലാളിയാക്കാൻ ശ്രമിച്ചത്? പറ. ടാറ്റ, ബിർള എന്നൊക്കെ ഞങ്ങളെല്ലാം വിളിച്ച മുദ്രാവാക്യം ടാറ്റ, ബിർള. ഇപ്പോൾ നരേന്ദ്രമോദി ആരെയാണ് ലോക മുതലാളിയാക്കാൻ ശ്രമിക്കുന്നത്? പറ. ആരെയാണ്? അദാനിയെയും അംബാനിയെയും. അപ്പോൾ ഒരു വികസന നിലപാടാണ്. എന്താ വികസന നിലപാട്? ഭരണവർഗത്തിൻ്റെ വികസന നിലപാട് ഇന്ത്യയിലെ മുതലാളിമാരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാക്കുക, ഇന്ത്യയിലെ ഭൂപ്രഭുക്കന്മാരെ സംരക്ഷിച്ചുകൊണ്ട് മുതലാളിത്തവൽക്കരിക്കുക, ഇന്ത്യയിൽ സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്ന വിദേശ ഫിനാൻസ് മൂലധനത്തിനെ സംരക്ഷിക്കുക. ഈ നിലപാട് സ്വീകരിക്കുന്നവർക്കാണ് വലതുപക്ഷം എന്ന് പറയുക. അതൊരു വലതുപക്ഷ വികസനമാണ്. നമ്മൾ ഇടതുപക്ഷ വികസനമാണ്. എന്താ ഇടതുപക്ഷത്തിൻ്റെ വികസന കൈവരിഷ്യം? സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ എന്താക്കണം? മുന്നേക്ക് നയിക്കണം. അതാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കൽ. അതിൻ്റെ തുടർച്ചയിലാണ് ദാരിദ്ര്യം അവസാനിപ്പിക്കൽ. ഞാൻ ഈ ജാതിയുമായിട്ട് ഞങ്ങളെല്ലാം കൂടി വന്നപ്പോൾ ഒരു യോഗത്തിൽ രാവിലെ 8 മണിക്കൊരു യോഗമുണ്ട്. നിങ്ങൾ 8:30 മണിക്ക് കൃത്യമായിട്ട് തുടങ്ങണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഒരു സ്ത്രീ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് കാര്യം ചെയ്തു കേരളത്തിന് വേണ്ടി. അവരെന്നെ എണ്ണി പറഞ്ഞു. ഞാൻ സമീപത്തെ അതുകൊണ്ട് വിശദീകരിക്കുന്നു. അങ്ങനെയെല്ലാം വലിയ നേട്ടം വ്യാവസായിക മേഖലയിൽ, കാർഷിക മേഖലയിൽ, സേവന മേഖലയിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ പറയും. എന്നാൽ മൂന്നാമതൊരു ഗവൺമെൻറ് വന്നാൽ നിങ്ങളുടെ മോട്ടീവ് എന്തായി? നിങ്ങളുടെ ഉന്നം എന്തായി? ഒന്നാം ഗവൺമെൻറ് 600 പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. അതിൽ 19 ഒഴിച്ച് ബാക്കിയെല്ലാം നടപ്പിലാക്കി. ഇപ്പോൾ ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് 900 എണ്ണമാണ്. അതിൽ മിക്കവാറും പൂർത്തിയാകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെല്ലാം എണ്ണി പറയാനൊന്നും നേരമില്ലല്ലോ. രാവിലെ വളരെ ചുരുക്കം സമയമുള്ളൂ. അപ്പോൾ ഞാനവർ എന്താ പറയുക? അപ്പോഴെനിക്ക് ഓർമ്മ വന്നു, അതിദാരിദ്ര്യം അവസാനിപ്പിച്ച സന്ദർഭത്തിൽ ലോകപത്രങ്ങളിൽ പ്രമുഖമായൊരു പത്രം ദ ടൈംസ് എന്നാണ് അതിൻ്റെ പേര്. ഇംഗ്ലണ്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത്, ബ്രിട്ടനിൽ. അവരെഴുതി, ലോകത്ത് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു. അവരെഴുതിയതാണ് കേരളം മാറിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ചരിത്ര താളുകളിലേക്ക് അതിദാരിദ്ര്യം അവർ മാറ്റിയെഴുതിയിരിക്കുന്നു. ചരിത്ര താളുകളിലേക്ക് അതിദാരിദ്ര്യത്തെ അവർ മാറ്റിയിരിക്കുന്നു. ആര്? കേരളം. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം?